I am Dr. Prajwal K. Rao, consultant aesthetic and plastic surgeon from Oriole Medline Kasaragod division. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് വാട്ട് വി ആർ ടോക്കിംഗ് ഈസ് അബൌട്ട് ഗൈനക്കോമാസ്റ്റിയ. ഈ ഗൈനക്കോമാസ്റ്റിയ ഈസ് എ കോമൺ കണ്ടീഷൻ സീൻ ഇൻ വളരെ ചെറുപ്പത്തെ ഏജിന് ആൺകുട്ടികൾ കാണുന്ന കോമണസ്റ്റ് കണ്ടീഷനാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയും. സോ ഗൈനക്കോമാസ്റ്റിയ പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ മെയിൽ ചെസ്റ്റിന് ഒരു ഫീമെയിൽ ബ്രസ്റ്റ് ആയിട്ട് കാണാൻ തുടങ്ങുന്നതാണ് കണ്ടീഷനാണ് കാണുന്നത്. ഇറ്റ്സ് കോൾഡ് ഗൈനക്കോമാസ്റ്റിയ. അപ്പോൾ ബേസിക്കലി ഒരു 13 ഇയേഴ്സ് അല്ലെങ്കിൽ 14 ഇയേഴ്സ് ഈ പ്യൂബർട്ടി ഏജ് ആകുമ്പോൾ വളരെ ഹോർമോണൽ ചേഞ്ചസ് കൂടുതലായിട്ട് കാണാറുണ്ടാവും. ഈ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോഴാണ് ഈ ചെസ്റ്റിൽ ഒരു ഫാറ്റ് കണ്ടൻറ്റ് ഇല്ലെങ്കിൽ ഒരു ഗ്ലാൻഡുലാർ കണ്ടൻറ്റ്, ഒരു കട്ടിയുള്ള ഫാറ്റ് എന്ന് പറയും, അത് കൂടുതലായിട്ട് കാണാറുണ്ടാവും. യൂഷ്വലി ഈ ചെറുപ്പത്തെ കുട്ടികൾക്ക് ഒരു 2 ഇയേഴ്സ് ആകുമ്പോൾ ഇറ്റ് വിൽ റിലീവ് ബൈ ഇറ്റ് സെൽഫ് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നായി തന്നെ പോകാൻ ചാൻസസ് കൂടുതലാണ്. ബട്ട് അത് 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ടും അത് ചെസ്റ്റിൻ്റെ ഫാറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ പ്രൊബബ്ലി നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുമെന്ന് പറയും. സാധാരണ ഒരു ഗൈനക്കോമാസ്റ്റിയ യൂഷ്വൽ കോസസ് ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ബേസിക്കലി ഡ്യൂറിങ് ദ പ്യൂബർട്ടി ടൈം ആൻഡ് ചില ആൾക്ക് മേ ബി ഇറ്റ് ക്യാൻ ബി സീൻ ഇൻ ഓൾഡർ ഏജ് ഗ്രൂപ്പ് ഓൾസോ. ചിലപ്പോൾ ക്യാൻസർ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചിലപ്പോൾ വരാറ് ചാൻസസ് കൂടുതലുണ്ടാവും. പിന്നൊരു കോമണസ്റ്റ് കോസ് ഓഫ് ഗൈനക്കോമാസ്റ്റിയ ഇസ് ബേസിക്കലി നമ്മളൊരു ജിമ്മിന് പോലുള്ള ആൾക്കാരാണ്. വേർ ജിമ്മിന് പോകുമ്പോൾ ഇഫ് ദേ ആർ യൂസിങ് സം സ്റ്റിറോയിഡ് ഡ്രഗ്സ് അപ്പോഴും നമുക്ക് ഈ ഗൈനക്കോമാസ്റ്റിയ കണ്ടീഷന് കാണാറുണ്ടാവും. സോ യൂഷ്വൽ ട്രീറ്റ്മെൻറ്റ് ഈസ് ബേസിക്കലി ഒരു മെഡിക്കലായിട്ട് ചോദിച്ചാൽ ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് വേണം നമ്മൾ പറയില്ല. ബട്ട് ഇറ്റ് ഈസ് ബേസിക്കലി ഇറ്റ് ഈസ് എ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ് ആണ്. പറഞ്ഞാൽ ഒരു ആൺകുട്ടീന് പുറത്ത് ഒരു സ്വിമ്മിംഗ് പൂളിൽ പോകാനാണോ ഇല്ലെങ്കിൽ ഒരു ടു വർക്ക് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ ഒരു ഫുട്ബോൾ മാച്ച് പോകുമ്പോൾ ഒരു ഷർട്ട് ഊരിയിട്ടൊരു ഈവൻ ദ ലോക്കർ റൂമിലാണെങ്കിലും they are very hesitant to show off their chest actually because ഒരു ഫീമെയിൽ ബ്രസ്റ്റ് പോലെ കാണുമ്പോൾ they have a lot of embarrassment in the with his friends and peer groups actually. ഇതാണ് മോസ്റ്റ് ഓഫ് ദ കോമണസ്റ്റ് റീസൺ ആണ് ഈ സർജറി ചെയ്യണമെന്ന ഒരു റീസൺ ആണ്. അതർവൈസ് മെഡിക്കലിയും ചോദിച്ചാലും ഇതിന് ട്രീറ്റ്മെൻറ്റും അങ്ങനെ ആവശ്യം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ പറയും. സോ വാട്ട് ആർ ദ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് പറഞ്ഞാൽ യൂഷ്വലി ഈ ഗൈനക്കോമാസ്റ്റിന് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും ഉണ്ടാവില്ല. ബേസിക്കലി ഇറ്റ് ഈസ് എ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓൺലി. സർജറിയിൽ മാത്രമാണ് ഈ ഗ്ലാൻഡ് എടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ആൾ പറയും ഈ ജിമ്മിന് പോയാൽ ഇത് ഗൈനക്കോമാസ്റ്റിയ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ്, ജിമ്മിന് പോയാൽ ഒരു ഫാറ്റി കോമ്പണൻറ്റ് പറഞ്ഞാൽ ഫാറ്റിൻ്റെ ഒരു കോമ്പണൻറ്റ് കുറച്ച് കുറയ്ക്കാൻ പറ്റും. ബട്ട് ഈ ഗ്ലാൻഡ് പറയില്ലേ, ഒരു ഗൈനക്കോമാസ്റ്റിയ ഒരു ഗ്ലാൻഡില്ലേ, ആ ഗ്ലാൻഡ് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ജിമ്മ് പോയാലും യു ക്യാൻ റെഡ്യൂസ് ദ ഫാറ്റ് ബട്ട് ആ ഒരു ഗ്ലാൻഡ് കോമ്പണൻറ്റ് എടുക്കാനും സർജറി തന്നെ വേണ്ടി വരും. അപ്പോൾ നമ്മളൊരു ചോദിക്കുമ്പോൾ വാട്ട് ആർ ദ സർജിക്കൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് പറഞ്ഞത് ലൈപ്പോസക്ഷൻ എന്ന് പറയും. സോ ഇതിൽ കുറേ ടൈപ്സ് ഓഫ് ടെക്നോളജി ഉണ്ട്. ലൈപ്പോസക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ താത്കാലിക സർജറിയാണ്. വി മേക്ക് എ സ്മോൾ ഹോൾ ഇൻ ദ ചെസ്റ്റ് ആൻഡ് ത്രൂ ദാറ്റ് ഹോൾ നമുക്കൊരു പൈപ്പ് പോലെ ഒരു കാനുലാസ് എന്ന് പറയും. അതിന് നമുക്ക് എന്താ പറയുക, ഈ ഫാറ്റ് മൊത്തം നമുക്ക് എടുത്തിട്ട് പിന്നെ ഒരു ചെറിയ ഹോൾ, ഈ കറുത്ത ഏരിയോല എന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ ചെറിയൊരു കറുത്ത ഹോൾ ചെയ്തിട്ട് അത് ഗ്ലാൻഡ് നമ്മൾ എടുക്കാറുണ്ടാവും. ഈ ലൈപ്പോസക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതെ ഞാൻ പറഞ്ഞ പോലെ കുറേ ടെക്നോളജീസ് ഉണ്ട്. ഫസ്റ്റ് നമുക്കുള്ളത് സക്ഷൻ ബേസ്ഡ് ലൈപ്പോസക്ഷൻ ആണ്. ഇത് സാധാരണ ഒരു ചെറിയ ഹോളാക്കിയിട്ട് നമുക്ക് സക്ഷനിൽ ഈ ഫാറ്റ് എല്ലാം എടുക്കാൻ പറ്റുള്ളൂ. അത് ഒരു വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ടെക്നോളജിയാണ്. ആൻഡ് ദെൻ കെയിം ദ PAL സിസ്റ്റം ലൈക്ക് പവർ അസിസ്റ്റഡ് ലൈപ്പോസക്ഷൻ പറയും. ഇതിലെന്താ പറഞ്ഞാൽ ഈ കാനുലസ് നമ്മളൊരു പൈപ്പ് പോലെ ഞാൻ പറഞ്ഞില്ലേ, അതിൽ വാട്ട് ഹാപ്പൻസ് ഇറ്റ് കീപ്സ് വൈബ്രേറ്റിംഗ്. അപ്പോൾ എന്താ പറയുക, ഈ വൈബ്രേഷൻ ആക്കുമ്പോൾ ഈ ഫാറ്റ് മൊത്തം എടുക്കാൻ പറ്റുള്ളൂ. ദിസ് സിസ്റ്റം ഈസ് കോൾഡ് PAL സിസ്റ്റം. പിന്നെ വന്ന സിസ്റ്റംസ് ആണ് വേസർ സിസ്റ്റം ആൻഡ് അഡ്വാൻസ് ലേസർ ലൈപ്പോസക്ഷൻ. ഇത് 2 സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻ വേസർ സിസ്റ്റം വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഈ കാനുലസിൻ്റെ എൻഡിൽ ഒരു വൈബ്രേറ്ററി തിങ്സ് ഉണ്ടാവും, ഒരു അൾട്രാസോണിക് വേവ്സ് ഉണ്ടാവും. വാട്ട് ഇറ്റ് ഡസ് ഇറ്റ് മെൽറ്റ്സ് ദ ഫാറ്റ്സ്. പറഞ്ഞാൽ ഈ ഫാറ്റ് എല്ലാം നമുക്കൊരു കട്ടിയുള്ള ഫ്ലാറ്റ്സ് എല്ലാം മെൽട്ടായിട്ട് പോകും ബിക്കോസ് ഇറ്റ് സെൻസ് ദ അൾട്രാസോണിക് വേവ്സ് ടു ദ ചെസ്റ്റ്. ആ ഫാറ്റ് ഒരു രക്തസഞ്ചാരം ഒരു വെസൽസ് ഒന്നും ഡാമേജ് ആക്കാതെ ഈ ഫാറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇതൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ ഹാസ് ഒരു സ്കിൻ റീമോഡലിംഗ് പറയും. പറഞ്ഞാൽ ഈ നമ്മൾ ഫാറ്റ് എടുത്ത ശേഷം ഒരു സ്കിന്ന് പിന്നെ ആ മസിൽസിന് ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് സ്കിന്ന് തിരിച്ച് പോകണം, ഇല്ലെങ്കിൽ ആ ഷേപ്പ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ ഇൻ ദ വേസർ ലൈപ്പോസക്ഷൻ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈവൻ ദ സ്കിൻ റീമോഡലിംഗ് ഓൾസോ ഹാപ്പൻസ് ടു ഗെറ്റ് ദ ഗുഡ് ഷേപ്പ്. പിന്നൊരു സിസ്റ്റം ഉള്ളത് ലേസർ ലൈപ്പോസക്ഷൻ വിച്ച് ഇസ് ലേസർ സിസ്റ്റം പറയും. ഇത് ഒരു തെർമൽ ഇഞ്ചുറിയാണ്. This also same benefit. What it does is that നമുക്കൊരു ചെറിയൊരു ഫൈബർ ഉണ്ടാവും which will be passing through the small hole and ഇത് എന്താ ചെയ്യുക പറഞ്ഞാൽ even this also melts away the fat. It helps to remove the fat easily from the chest region and അതിന് in addition to that what happens is even the chest in the skin ഇല്ലേ, even that also gets retracted back. പറഞ്ഞാൽ ആ സ്കിന്ന് തിരിച്ച് പോയിട്ട് ഒരു ഷേപ്പ് കിട്ടാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാറുണ്ടാവും.
So this laser and laser liposuction is an advanced technology which we are offering at our center, and even the suction and PL system is there, which is an older technology. പിന്നെ സർജറിയുടെ കാര്യം നമുക്ക് ചോദിച്ചാൽ ഹൗ ഇസ് എ സർജറി പറഞ്ഞാൽ യൂഷ്വലി ഇതിനൊരു അഡ്മിഷനായിട്ട് നമുക്കൊന്നും വേണ്ടി വരില്ല. പേഷ്യൻസ് യൂഷ്വലി രാവിലെ വന്നിട്ട് ഉച്ചയ്ക്ക് നമുക്ക് സർജറി ചെയ്തിട്ട് രാത്രി തിരിച്ച് പോകാൻ പറ്റുള്ളൂ. ബട്ട് ഒരു 3-4 days ബിഫോർ ദ സർജറി ദേ ഹാവ് ടു കം ടു ദ ഹോസ്പിറ്റൽ പറഞ്ഞിട്ട് ഒരു സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് ബേസ് ലൈൻ ഇൻവെസ്റ്റിഗേഷൻ പിന്നെ ഒരു അനസ്തെറ്റിസ്റ്റ് അത് നമുക്കൊരു ദേ വിൽ ബി ഗിവിംഗ് ദ ഇവാലുവേഷൻ. അപ്പോൾ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂഷ്വലി ഇറ്റ് ഈസ് വി ക്യാൻ ഡു അണ്ടർ ലോക്കൽ അനസ്തേഷ്യ പറഞ്ഞാൽ അവിടെ മാത്രം ഇഞ്ചക്ഷൻ തെറിപ്പിച്ചിട്ട് സർജറി ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ കുറച്ചൊരു ഫ്ലാറ്റ് കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വി യൂസ് സെഡേഷൻ പറഞ്ഞാൽ ഫുൾ മയക്കം കൊടുക്കില്ല, ചെറിയൊരു ഇഞ്ചക്ഷൻ കുറച്ച് കൊടുത്തിട്ട് മയക്കം കൊടുത്തിട്ട് ഈ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. സോ ബേസിക്കലി ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ സർജറി, ലെസ് കോംപ്ലിക്കേഷൻസ്, യൂഷ്വലി ഒന്നും കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. ആൻഡ് നെക്സ്റ്റ് ഡേ തന്നെ അവർക്ക് ജോലിക്കെല്ലാം ഓഫീസ് ബേസ് ജോലി എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലി തിങ് ദേ ഹാവ് ടു ടേക്ക് കെയർ ഇസ് ദാറ്റ് ആഫ്റ്റർ ദ സർജറി അവർക്കൊരു ജാക്കറ്റ് പോലെ ബനിയാൻ പോലെ ഒരു ജാക്കറ്റ് കയറും. ദാറ്റ് ദേ ഹാവ് ടു യു ഹാവ് ടു പുട്ട് 24/7 ഫോർ ഒരു മാസം വരെ നമുക്ക് അത് വെക്കേണ്ടി വരും. ഇത് ബിക്കോസ് ആ വീക്കം എല്ലാം കുറയ്ക്കാനാണ് ഈ ജാക്കറ്റ് കൊടുക്കുന്നതാണ്. ആഫ്റ്റർ ദാറ്റ് പിന്നെ ഒരു സാധാരണ ഒരു ജിമ്മിങ് ആക്ടിവിറ്റി പറഞ്ഞാൽ കൂടുതൽ സ്ട്രെസ്ഫുൾ ആക്ടിവിറ്റി ഒരു മാസം വരെ നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയും. അതർ ദാൻ ദാറ്റ് റെഗുലർ ഡേ ടു ഡേ ആക്ടിവിറ്റി എവറിത്തിങ് ദേ ക്യാൻ ബി ഡൂയിങ് ആഫ്റ്റർ ദ സർജറി. സോ ഐ ഹോപ്പ് ഐ ഹാവ് ക്ലാരിഫൈഡ്. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു റിഗാർഡിങ് ദ ഗൈനക്കോമാസ്റ്റിയ ട്രീറ്റ്മെൻറ്റ്. If you have any more doubts about the gynecomastia or in the treatment options, you can always put a comment in the comment box. We will reply back to you and we'll get back to you. Thank you so much. Oriel Medline, where science cures and cares.